കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതം വാ കിടക്കാം. നീ ഇങ്ങോട്ടൊന്നു നടന്ന് ക്ഷീണിച്ചല്ലേ, വാ. അച്ഛാ, നമ്മളിങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് കാർ ഓടിച്ച് തിരക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? ഏതായാലും അവര് ഹോട്ടലിലോ ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്നും പോകാൻ ഒരു വഴിയില്ല. നമുക്ക് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് നോക്കിയാലോ? ആ, ഇനി അതേ ഉള്ളൂ വഴി. നീ കാർ എടുക്ക. അമ്മ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആന കുത്തിയാലെ എഴുന്നേൽക്കാത്ത പോലെ കിടന്ന് ഉറങ്ങിയേക്കരുത്. രാത്രിയില് നീന്തി ഗൗതമനെയും കൂട്ടി അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും രണ്ടിനെയും വീട്ടിലേക്ക് കയറ്റിയേക്കരുത്. ആ ശരി ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ഇതുവരെ അവിടെ ചെന്നിട്ടില്ല. അപ്പൊ പിന്നെ രണ്ടും കൂടി എവിടെ പോയി? തന്തേ മോനും കൂടി അന്വേഷിച്ച് പോയേക്കോ. നീ എവിടെയെങ്കിലും ചെന്ന് കണ്ടുപിടിച്ച് വീണ്ടും ഇവിടെ എഴുന്നള്ളിക്കോ ഭഗവാനെ. കൊതുകുശല്യം കാരണം ഗൗതമിന് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ ഉറങ്ങിയില്ല ഇതുവരെ? കൊതുക് ശല്യം കാരണം ഗൗതമിന് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് വെച്ചൊന്ന് വീശി തന്നതാ. ആ, ഗൗതം കിടന്നു, ഞാൻ വീശിത്തരാം. അപ്പൊ നിനക്ക് ഉറങ്ങണ്ടേ? അത് സാരമില്ല, കിടന്നു ഗൗതം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി. അത് വേണ്ട, അതിങ്ങന്ന് ഞാൻ വീശിക്കോളാം. എന്നിട്ട് നീ കിടക്ക്. പറയുന്നത് കേൾക്ക് ഗൗതം. AC-യിൽ കിടന്നുറങ്ങി ശീലിച്ച ആളാ. ഒരു ഫാൻ പോലും ഇല്ലാതെ കിടന്ന ഉറക്കം വരില്ല. ഞാൻ വീശിത്തരാം. അപ്പൊ പിന്നെ നിനക്ക് ഉറങ്ങണ്ടേ? ഞാൻ ഉറങ്ങിക്കോളാം. കിടക്ക്. നിന്റെ പെരുമാറ്റം കാണുമ്പോ എനിക്ക് അതിശയം തോന്നുക. ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ നിനക്ക് എങ്ങനെയാവുന്നത്? ദാരിദ്ര്യത്തിന്റെ നടുവിൽ ജീവിക്കുന്ന കാലത്തും ഇല്ലാത്ത പണത്തെ ഓർത്ത് ഞാൻ വിഷമിച്ചിട്ടില്ല. അതിനോട് ആർത്തിയും തോന്നിയിട്ടില്ല. ഗൗതമിന്റെ ഭാര്യയായി ഞാൻ ഈശ്വരമംഗലത്തേക്ക് കയറി വന്നത് പണത്തിന്റെ നടുവിലേക്കാ. അവിടുത്തെ സമ്പത്തും ആർഭാടവും കണ്ട് ഞാൻ അഹങ്കരിച്ചിട്ടുമില്ല.
ഗൗതം കൂടെയുണ്ടെങ്കിൽ അതാണ് എൻ്റെ സ്വർഗം. ഗൗതമിന്റെ സന്തോഷം മാത്രമാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും ഒരു കഷ്ടപ്പാടേ അല്ല. ഗൗതം ഉറങ്ങുമ്പോ ഞാനിരുന്ന് വീശിത്തരാം, കിടന്നു. ഏയ്, നമ്മള് സന്തോഷം ഒരുമിച്ച് പങ്കിട്ടവരാ. അപ്പോ ഈ സങ്കടവും നമുക്ക് ഒരുമിച്ച് പങ്കിടാം. അങ്ങനെ നീ തനിച്ച് ഉറക്കൊഴിയണ്ട. ഉറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ രണ്ടുപേർക്ക് ഒരുമിച്ച് ഉറങ്ങാതിരിക്കാം. അയ്യോ, അത് വേണ്ട. ഗൗതമിന് നല്ല ക്ഷീണമുണ്ടെന്നേ. സാർ, സോറി സർ, നല്ല കൊതുക് ശല്യം ഉണ്ടാവും. അത് ഞാൻ ഓർത്തില്ല. രണ്ടുപേരുടെ വർത്തമാനം ഞാൻ പുറത്തുനിന്ന് കേട്ടു. അപ്പോ മനസ്സിലായി കൊതുക് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലെന്ന്. ഇതിവിടെ വെച്ചേക്കാം, സുഖമായി ഉറങ്ങിക്കോ. ഇപ്പോഴത്തെ കൊതുകിനൊക്കെ കൊതുക് തിരി ഒരു ശീലമാണ്. എന്നാൽ ഒരു ആശ്വാസം കിട്ടും. ആ, ഇതെന്തായാലും നന്നായി. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ആരും ഉറങ്ങുമെന്ന് തർക്കിച്ച് ഇവിടെ ഇരുന്നേരം. ആ, ആ, ഇനി കിടക്കാം. വാ. ഇവരൊക്കെ എന്തേ കാണിക്കുന്നത്? മരണ വീട്ടിൽ പോലും നേരെ ഇരുട്ടി വെളുത്ത കരച്ചിലും പിടിച്ചിലും ഒക്കെ കഴിയും.